ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ടോക്സ് വിത്ത് അഖില. ബ്രൊമാൻസ്. അരുൺ ഡി ജോസ് കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ. ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. DOP അഖിൽ ജോർജും മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്തയും. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചെമ്മൻ ചാക്കോ. തുടക്കം മുതൽ അവസാനം വരെ അധികം ലാഗ് ഒന്നും ഇല്ലാണ്ട് പോകുന്ന ഒരു സിനിമയാണ് ബ്രൊമാൻസ്. ചേട്ടനെ മിസ്സായിട്ട് ചേട്ടനെ അന്വേഷിച്ചു പോകുന്ന അനിയനും അനിയന്റെ കൂട്ടുകാരും അല്ലെ ചേട്ടന്റെ കൂട്ടുകാരുമായിട്ട് അന്വേഷിച്ചു പോകുന്ന അങ്ങനെ ഒരു ത്രെഡിലാണ് സിനിമ ആദ്യം മുതൽ പോകുന്നത്. സിനിമ ശരിക്കും എടുത്തിരിക്കുന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിട്ടാണ്. അതായത് തുടക്കം മുതൽ അവസാനം വരെ ഒരു കോമഡി രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. കൂടാതെ പേര് സൂചിപ്പിക്കുന്നത് പോലെ രണ്ട് ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ അത് പ്രേക്ഷകർക്കിടയിലേക്ക് എത്രത്തോളം കണക്ട് ആയിട്ടുണ്ടെന്നുള്ളത് സംശയമാണ്. കാരണം അത്ര ഒരു കാണുന്നവർക്ക് അത്ര ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സിലോട്ട് അത്ര ഒരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ക്യാരക്ടേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റേഴ്സിലായാലും ഇതിന്റെ ട്രെയിലറിലും വീഡിയോസിലും ഒക്കെ കണ്ട ക്യാരക്ടേഴ്സ് അവർ തന്നെയാണ് ശരിക്കും ബിഗിനിങ് തൊട്ട് എൻഡ് വരെ ഉള്ളത്. മഹിമ നമ്പ്യാര്, അർജുന അശോകൻ, മാത്യു, അമൽ ദേവിസ് അല്ല, സംഗീത്, ശ്യാം, ഇവരൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. പിന്നെ ഷാജോണിന് നല്ലൊരു റോളുണ്ട്. ഇത്രയും പേരാണ് മെയിൻലി ഇതിലുള്ളത്. ഇതിൽ മാത്യുവിന്റെ ക്യാരക്ടർ ഒരു ഹൈപ്പർ ഇതായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ പല സീൻസിലും ഭയങ്കര അലർച്ച, കുറച്ച് ഓവർ ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അർജുന അശോകൻ ആണെങ്കിലും നല്ലോണം ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി എവിടേക്കോ കുറച്ച് ഓവറായി പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഷാജോൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു കുറിയർ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല ക്യാരക്ടറാണ്, നല്ലോണം ചെയ്തിട്ടുണ്ട്. ഒരു ഫൈറ്റ് സീനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷാജോണിന്. അതൊക്കെ നല്ലൊരു പഞ്ച് ഫൈറ്റും അങ്ങനെയൊക്കെയുള്ള സീൻസ് ഒക്കെ ഉണ്ട്. ഷാജോൺ അത് നല്ലോണം അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. മഹിമയ്ക്കാണെന്നുണ്ടെങ്കിലും കിട്ടിയ റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. ശ്യാമിന്റെ റോൾ അധികം വലിയ റോളല്ല, സ്റ്റിൽ ചെയ്യാനുള്ളത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് അമൽ ഡേവിസ്, സംഗീതിന്റെ ക്യാരക്ടർ തന്നെയാണ്. ശരിക്കും സംഗീതിന്റെ ക്യാരക്ടറാണ് ഈ സിനിമ മൊത്തത്തിൽ കൊണ്ടുപോകുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു പോസിറ്റീവ് വൈബ് എനർജി ഉള്ളത് സംഗീതിന്റെ ക്യാരക്ടറിന് തന്നെയാണ്. സംഗീതിന്റെ ക്യാരക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും സിനിമ ഒരു പെയിൽ ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം സിനിമ പലയിടത്തും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നത് അമൽ ദേവിസിന്റെ ക്യാരക്ടർ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ലാഗ് ഒന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ഓക്കെ ആയിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കോമഡിയും കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും സിനിമ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടൊക്കെ വരുന്നുണ്ട്. എൻഡിൽ വരുമ്പോഴത്തേക്കും നമ്മള് ആ ഒരു കൂർഗ് ഇതിലുള്ള ഒരു പാട്ട് ഇപ്പൊ ഹിറ്റ് ആയിട്ടുണ്ട്. ആ പാട്ടിന്റെ സീനും അവിടുന്ന് അങ്ങനെ അങ്ങോട്ടൊക്കെ കുറച്ചുകൂടെ നല്ല കളർഫുൾ ആണ്, എൻഗേജിങ് ആയിട്ടൊക്കെയാണ് സിനിമ പോകുന്നത്. പഴയ സിനിമയൊക്കെ പോലെ തോന്നുന്ന, അല്ലെങ്കിൽ വെട്ടം അല്ലെ ഹലോയിലൊക്കെ ക്ലൈമാക്സ് അങ്ങനെയൊക്കെ ആ ഒരു വരുന്ന കുറെ എല്ലാവരും കൂടെയുള്ള ഫൈറ്റും അങ്ങനെയൊക്കെ വരുന്ന പോലൊക്കെയാണ് ലാസ്റ്റിലേക്ക് സിനിമ പോകുന്നത്. ലാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കോമഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ചില സീൻസ് ഒക്കെ നല്ല ചിരിക്കാനൊക്കെ ഉള്ള ഇതുണ്ട്. എനിക്ക് പേഴ്സണലി പല സീൻസും വർക്ക് ആയിട്ടില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പലർക്കും ഓഡിയൻസിന് വർക്ക് ആയിട്ടുണ്ടെന്ന് അവരുടെ ആ ഒരു ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും മൊത്തത്തില് സിനിമ. എനിക്ക് പേഴ്സണലി ഒരു വൺ ടൈം വാച്ച്, ഒരു ഓക്കെ പടം അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. 18+ ആണെന്നുണ്ടെങ്കിലും ജോൻജോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. മറ്റേതിന് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അത്രത്തോളം ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളും ഒന്നും വരുന്നതായിട്ട് തോന്നുന്നില്ല. സ്റ്റിൽ ഓക്കെ, കുഴപ്പമില്ല, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ഒരു വൺ ടൈം വാച്ച് പറ്റിയൊരു സിനിമ, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. സൈനിങ് ഓഫ്. താങ്ക് യു.